ഹായ് മക്കളെ, നിങ്ങളുടെ ഓണം എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ അഥവാ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഇത്ര മിനിറ്റ് കൊണ്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കണമെന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കാം, ഈ പറഞ്ഞ നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, വലിയൊരു ചാപ്റ്ററാണെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, അത്രത്തോളം കണ്ടൻറ്റ് വരുന്നുണ്ട്. ആക്ച്വലി ഈ ചാപ്റ്ററിലെ കണ്ടൻസ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയേ കിട്ടുള്ളൂ, അഥവാ 5 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അഥവാ ഉപയുക്തത എന്ന് പറയും, നമ്മൾ പറയുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്. ഈ യൂട്ടിലിറ്റിയെ കുറിച്ച് സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റാണ് ഉദാസീനതാ വക്രം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, നിസ്സംഗതാ വക്രം എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ്, ഇത് രണ്ടും സെയിം കോൺസെപ്റ്റിൽ വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്ക് നോക്കിയേ, ഇത് രണ്ടും സെയിമിലാണ് വരിക. എന്നാൽ അടുത്തത് ഉപഭോക്താവിൻ്റെ ബജറ്റ്, ഉപഭോക്തൃ സന്തുലിതാവസ്ഥ, ചോദനത്തിൻ്റെ ഉൽപ്പത്തി. ഓക്കെ, ഇതിൽ ഈ ഉപഭോക്താവിനെ കുറിച്ചുള്ള 2 കാര്യങ്ങൾ ഓക്കെ നോക്കി നിങ്ങളുടെ. ഒന്നാമത്തെ കാര്യം കൺസ്യൂമേഴ്സ് ബജറ്റും, 2 കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഇത് രണ്ടും എന്താണ് വേറെ ടോപ്പിക്കുകളാണ്. ആൻഡ് ഫൈനലി നമുക്കൊരു ടോപ്പിക് കൂടി വരുന്നുണ്ട്, ഡിമാൻഡ് ആൻഡ് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് ആൻഡ് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അടുത്തായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 ടോപ്പിക്കുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം എന്ന് പറയുന്നത് ഇതെന്താണ്, ഇത് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കിട്ടുന്ന ഒരു അനാലിസിസ് മാത്രമാണ്. നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത് എന്തൊക്കെയാണെന്നുള്ള ഒരു അനാലിസിസ് മാത്രമാണ്. പക്ഷേ ഇത് മാത്രം എക്സാമിന് മതിയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു നോ എന്നാണ് മക്കളെ അതിൻ്റെ ആൻസർ. കാരണം എന്ന് പറയുന്നത് ഇത് മാത്രം കൊണ്ട് കാര്യമില്ല. പിന്നെ എന്തൊക്കെ പഠിക്കണം, ഈ ചാപ്റ്റർ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു സിമ്പിളായിട്ട് ഒരു ഫ്ലോ ചാർട്ട് ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ചെയ്ത പോലെ ഒരു ഡയഗ്രാം പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അതായത് നമുക്ക് ഈ ചാപ്റ്ററിൽ 2 ആയിട്ട് തിരിക്കാം. 1 കൺസ്യൂമേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ഭാഗം, 2 ഡിമാൻഡിനെ കുറിച്ച് പഠിക്കുന്ന ഭാഗം. ഓക്കെ, കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു ഐഡിയ വരുന്നുണ്ടാവും. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഒരു ഉപഭോക്താവ് എന്ന കോൺസെപ്റ്റാണ് നമുക്ക് ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എ എന്നും ബി എന്നും പറഞ്ഞ 2 സെഗ്മെൻറ്റായിട്ട് ഞാൻ ഈ ചാപ്റ്ററിൽ തിരിച്ചിട്ടുണ്ട്. അതിലെന്താണ് വ്യത്യാസം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ മക്കളെ. അതായത് ഈ പറഞ്ഞ കൺസ്യൂമറിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഒരു കൺസ്യൂമർ ആരാണ് എന്ന കോൺസെപ്റ്റാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഒരു കൺസ്യൂമർ ആരാണ്, ഒരു സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. വാങ്ങുന്ന ആളെ നമ്മൾ ബയർ എന്ന് പറയുന്നു, അതുപോലെ അത് യൂസ് ചെയ്യുന്ന ആളെ യൂസർ എന്ന് പറയുന്നു. എന്നാൽ കസ്റ്റമറും ബയറും അഥവാ ഈ പറഞ്ഞ ബയറും അഥവാ ഈ പറഞ്ഞ യൂസ് ചെയ്യുന്ന ആളും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു സാധനം വാങ്ങിയിട്ട് അത് ഉപയോഗിക്കുന്ന ആളാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ ആരാണെന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് ഈ പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് ബജറ്റ് എന്ന് പറയുന്നത്, അല്ലേ? എന്ത് ബജറ്റാണ്? കൺസ്യൂമർ ബജറ്റ് അഥവാ ഉപഭോക്താവിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത്. ഒരു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോകുന്ന സമയത്ത്, നമ്മൾ കടയിൽ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി മാറ്റി വെച്ച പൈസയെ മാത്രമാണ് എന്ത് പറയുന്നത്, കൺസ്യൂമർ ബജറ്റ് എന്ന് പറയുന്നത്. ഒരു കൺസ്യൂമറുടെ കയ്യിൽ 10,000 രൂപയാണ് അയാളുടെ പോക്കറ്റിലുള്ളതെന്ന് വിചാരിക്കുക, അത് അയാളുടെ കൺസ്യൂമർ ബജറ്റ് അല്ല. അതിൽ വെറും 3,000 രൂപയ്ക്ക് സാധനം വാങ്ങാനാണ് അയാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതാണ് അയാളുടെ കൺസ്യൂമർ ബജറ്റ്. അഥവാ ആ പറഞ്ഞ 3,000 രൂപ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ കൺസ്യൂമറുടെ ബജറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സാധന സേവനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൺസ്യൂമറുടെ കൈവശമുള്ള പൈസക്ക് നമ്മൾ പറയുന്നതാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റ് കൺസംഷൻ ബണ്ടിൽ അഥവാ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നത്. ഈ ഉപഭോഗ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെപ്പോലുള്ള ആൾക്കാർ ഓരോ സാധനങ്ങൾ ഒന്നായിട്ടല്ല വാങ്ങുക, അതിൻ്റെ കൂട്ടങ്ങളായിട്ടാണ് വാങ്ങുക, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വാങ്ങുമ്പോൾ തക്കാളി 2 കിലോ, അതേപോലെ തന്നെ ഈ പറയുന്ന ഉള്ളി 3 കിലോ, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സവാളക്ക് പുറമെ എന്ത് പറയാം, ഓക്കെ, ചോക്ലേറ്റ് 1 ചോക്ലേറ്റ്. ഈ ഒരു പാറ്റേൺ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതിനെയാണ് നമ്മൾ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുക, കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുക. പക്ഷേ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഐഡിയൽ ബണ്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതായിരിക്കും 2 സാധനങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ. എക്സ് ആൻഡ് വൈ, അല്ലെങ്കിൽ ഒന്നാമത്തെ വസ്തു രണ്ടാമത്തെ വസ്തു എന്ന പേരിൽ മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ ഉപഭോഗ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ വാങ്ങാൻ പോകുന്ന സാധനങ്ങളുണ്ട്, അതിൻ്റെ പലതരം കൂട്ടങ്ങളെ നമ്മൾ വിളിക്കുന്നവരാണ് കൺസംഷൻ ബണ്ടിൽ അല്ലെങ്കിൽ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വാങ്ങുന്നത് തക്കാളി, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന തേങ്ങ. ഓക്കെ, തക്കാളിയും തേങ്ങയുമാണ് വാങ്ങുന്നത് വിചാരിക്കുക. തക്കാളിയെ നമ്മൾ എക്സ് എന്നും ഈ പറഞ്ഞ തേങ്ങ വൈ എന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2 കിലോ തക്കാളി വാങ്ങി എങ്ങനെ എഴുതാം, 2 എന്ന് എഴുതും. ഓക്കെ, 3 കിലോ തേങ്ങ വാങ്ങിക്കഴിഞ്ഞാൽ കോമായിട്ടിട്ട് 3 എന്ന് എഴുതും. അപ്പോൾ 2,3 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, 2 കിലോ തക്കാളിയും 3 കിലോ തേങ്ങയും വാങ്ങി എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്നതിനാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുക. ഇനി അടുത്ത നമുക്ക് വരുന്നത് ബജറ്റ് സെറ്റാണ്. ഈ ബജറ്റ് സെറ്റ് എന്ന് പറയുമ്പം ആക്ച്വലി ബജറ്റ് സെറ്റിൻ്റെ ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബജറ്റ് സെറ്റിൻ്റെ ഇക്വേഷനാണ് P1x1 + P2x2 <= M എന്നാണ് പറയാം. അഥവാ ഒരു കൺസ്യൂമർ അയാളുടെ കൈവശമുള്ള പൈസ കൊണ്ട് എന്ത് ചെയ്യാം, 2 സാധനങ്ങൾ വാങ്ങുന്നു. ഒന്നാമത്തിൻ്റെ വില P1,
രണ്ടാമത്തെ വില P2 എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ വില നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുക. അതുപോലെ കൺസ്യൂമറുടെ കയ്യിൽ എത്ര രൂപയുണ്ട് നമ്മൾ നോക്കും അല്ലേ. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മുടെ കൈവശമുള്ള പൈസക്ക് തുല്യമായിട്ട് ഇപ്പോൾ 100 രൂപയുടെ എനിക്ക് 100 രൂപക്ക് കംപ്ലീറ്റ് സാധനം വാങ്ങാം, അല്ലെങ്കിൽ 100 രൂപയുടെ താഴെ 90 രൂപയോ 80 രൂപയോ 70 രൂപക്കൊക്കെ സാധനം വാങ്ങിയിട്ട് വരാനും പറ്റും. അതാണ് ഈ പറഞ്ഞ കൺസംഷൻ ബണ്ടിൽ കഴിഞ്ഞിട്ടുള്ള ബജറ്റ് സെറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു കൺസ്യൂമർ എപ്പോഴും എന്ത് ചെയ്യും, അയാളുടെ വരുമാനത്തിന് തുല്യമായോ അല്ലെങ്കിൽ അതിന് താഴെയായിട്ടോ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അതാണ് ബജറ്റ് സെറ്റ് പറയുന്നത്. എന്നാൽ അടുത്ത കോൺസെപ്റ്റ് ബജറ്റ് ലൈനാണ്, അഥവാ ബജറ്റ് രേഖ എന്ന് പറയും. ബജറ്റ് രേഖ ഒരു പ്രത്യേകത ഉണ്ട്, അതിൻ്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഇക്വേഷൻ പഠിച്ചോളൂ, P1x1 + P2x2 = M എന്നാണ്. ലെസ് ദാൻ എന്ന് കൊടുക്കരുത്, അത് തെറ്റാണ്. ലെസ് ദാൻ തെറ്റാണ്. നമ്മൾ എന്താ ചേർക്കണ്ടേ, ബജറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഈക്വൽ എന്ന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ലൈനിൽ ഇരുന്നുകൊണ്ട് ഈക്വൽ ആയിട്ട് കൊടുക്കണം, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ലെസ് ദാൻ ഈ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇനി ബജറ്റ് ലൈൻ എന്ത് ചെയ്യും, അത് നമ്മളോട് വരക്കാൻ പറയും. ബജറ്റ് ലൈൻ സാധാരണ നമ്മൾ വരക്കുന്നതാ ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് വരക്കാറുള്ളത്. ബജറ്റ് ലൈനെ BL എന്ന് മാർക്ക് ചെയ്യും. അതിലെ മാറ്റങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഇക്വിലിബ്രിയം ആണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ് പഠിക്കാനുള്ളത്, അഥവാ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത് ഈ ബജറ്റ് ലൈനും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻഡിഫറൻസ് കർവും, ഇത് രണ്ടും കൂടി വെച്ചിട്ട് നമ്മൾ വരക്കുന്ന ഒരു കർവ് ഉണ്ട്. ഏതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ആ ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ അനുകൂലതമ തിരഞ്ഞെടുപ്പ് എന്ന് പറയും. ഈ ഒരു കോൺസെപ്റ്റ് പരീക്ഷയ്ക്ക് 8 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ബജറ്റ് ലൈൻ പഠിക്കണം. ഇനി നമ്മൾ A പാർട്ടിൽ പഠിക്കുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പം നമ്മൾ വിശന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്, ആരും മണ്ണെടുത്ത് കഴിക്കുന്നില്ല. എന്താ കാരണം, നമ്മുടെ വിശപ്പ് മാറ്റാനുള്ള കഴിവ് ഭക്ഷണത്തിനേ ഉള്ളൂ. അതുപോലെ ദാഹിച്ച വെള്ളമാണ് കുടിക്കുന്നത്, ആരും മണ്ണെണ്ണയോ പെട്രോളോ കുടിക്കുന്നില്ല. എന്താ കാരണം, നമ്മുടെ ദാഹം മാറ്റാനുള്ള കഴിവ് ഈ വെള്ളത്തിന് തന്നെ ഉള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു സാധനത്തിന് കഴിവ് വേണം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ ഓരോ വസ്തുവിനുള്ള കഴിവ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വാട്ടർ ബോട്ടിലുള്ള വെള്ളം, ഇതാണ് ദാഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുടിക്കുന്നത്. കാരണം എന്താ, നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാനുള്ള കഴിവ് വെള്ളത്തിനേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിന് എന്തുണ്ട്, യൂട്ടിലിറ്റി ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഉപയുക്തത ഉണ്ടെന്ന് പറയാം. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വസ്തുക്കളുടെ കഴിവിനെ പറയുന്നവരാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് അവിടെ പഠിക്കാനുള്ള കോൺസെപ്റ്റാണ് ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗതാ വക്രം. നിസ്സംഗതാ വക്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവ്, പക്ഷേ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന രീതിയിലാണ് ഇത് പോകാറുള്ളത്. ഈ പറഞ്ഞ നിസ്സംഗതാ വക്രം അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയും ഭാഗമാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ പാർട്ട് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡിമാൻഡ് അഥവാ മലയാളത്തിൽ നമ്മളിതിനെ ചോദനം എന്നാണ് പറയാം. ചോദനം എന്നാണ് പറയാം. ഈ ഡിമാൻഡിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ് ഒരു ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണോ? അല്ല. ഒരു മനുഷ്യൻ പൈസ കൊടുക്കാൻ തയ്യാറായതാണോ? അല്ല. ഒരു മനുഷ്യൻ പൈസ കൊടുക്കാനും തയ്യാറാണ്, ആഗ്രഹം തയ്യാറാണ്, എങ്കിലയാൾ വാങ്ങുക കൂടി വേണം അല്ലേ. ഡിസയർ ആഗ്രഹമാണ്, ബാക്ക്ഡ് ബൈ ദ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ എന്ന് പറയുന്നത് അല്ലേ. എന്ന് വെച്ചാൽ എന്താ, ഒരു സാധനം വാങ്ങാൻ ഒരു മനുഷ്യന് ആഗ്രഹം ഉണ്ടാവണം, അതിന് പൈസ കൊടുക്കാൻ കഴിവുണ്ടാവണം, അയാൾ അതിന് തയ്യാറാവുക വേണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഡിമാൻഡായി മാറുള്ളൂ എന്നാലോചിക്കാം. ഇനി രണ്ടാമതായിട്ട് തന്നെ ലോ ഓഫ് ഡിമാൻഡാണ്, അഥവാ ചോദന നിയമം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പക്ഷേ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഓപ്പോസിറ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറ്റുള്ളവ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ടിരിക്കണം എന്ന് പറയുന്നത്. ഈ മറ്റുള്ളവ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഡിറ്റർമിനൻസ് ആണ്, അഥവാ ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. എന്തൊക്കെ വരിക, സാധനത്തിൻ്റെ വില വരും, ഒരാളുടെ വരുമാനം വരും, അതുപോലെ അതുമായി ബന്ധപ്പെട്ട വസ്തുവിൻ്റെ വില വരും, ക്ലൈമറ്റ് വരും, നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതിന് ഇതൊക്കെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന ഘടകങ്ങളിൽ പ്രൈസ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരമാക്കി വെച്ചാൽ അവിടെ നമ്മൾ പറയുന്നതാണ് ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന നിയമം എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ള ഡിമാൻഡ് കർവാണ്. ഡിമാൻഡ് കർവ് എങ്ങനെയാണ് വരുന്നത്, അതും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞ ഷേപ്പിൽ വരാറുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആണ്. ഈ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യും, 2 രീതിയിൽ ചേഞ്ചസ് വരും. ഒന്ന് നമുക്ക് വരുന്നത് എന്താണ്, ഷിഫ്റ്റ് ആണ് സംഭവിക്കുക. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിമാൻഡ് കർവ് മാറി പുതിയ ഡിമാൻഡ് കർവ് വരുന്നു. ഇതാ ഇങ്ങനെ ഉണ്ടായിരുന്ന ഡിമാൻഡ് കർവ് മാറി നമുക്കവിടെ പുതിയൊരു ഡിമാൻഡ് കർവ് വരികയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ഷിഫ്റ്റ് എന്ന് പറയും. എന്നാൽ ഷിഫ്റ്റ് മാത്രമാണ് പഠിക്കാനുള്ളത്? അല്ല, അതിന് മറ്റൊരു ചേഞ്ച് കൂടി പഠിക്കാനുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മൂവ്മെൻറ്റ് എന്നാണ് വിളിക്കുക അല്ലേ. മൂവ്മെൻറ്റ്, ഡിമാൻഡ് കർവ് ചെറിയ മാറ്റങ്ങൾ മാത്രം വരികയാണെങ്കിൽ, ഒരു ഡിമാൻഡ് കർവ് മാറി പുതിയത് വരുന്നില്ല, പക്ഷേ ഉള്ള ഡിമാൻഡ് കർവ് തന്നെ ചെറിയ നീക്കുപോക്കുകൾ എക്സിലോ അല്ലെങ്കിൽ വൈയിലോ വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിന് ശേഷം നമുക്ക് നോക്കാനുള്ളത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്, അഥവാ കമ്പോള ചോദനം. കമ്പോള ചോദനം എന്ന് പറയുന്നത് എന്താ, സിമ്പിളായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം മാങ്ങ 1 കിലോഗ്രാം മാങ്ങക്ക് 30 രൂപയുള്ളതെന്ന് വിചാരിക്കുക. ഈ 30 രൂപയുള്ള മാങ്ങ ഞാൻ എന്ത് ചെയ്യുന്നു, 2.5 കിലോ വാങ്ങുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ വരും, 75 രൂപയ്ക്ക് ഞാൻ വാങ്ങുന്നു. നിങ്ങളത് 3 കിലോ വാങ്ങുന്നു, അപ്പോൾ എത്രയായി, 90 രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് ഒരേ പ്രൈസിൽ പല സാധനങ്ങളല്ല, ഒരു സാധനം ഒരേ പ്രൈസിൽ കിട്ടുമ്പം എല്ലാവരും ഒരുപോലെ വാങ്ങണമെന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ
വീട്ടിലേക്ക് 2.5 കിലോ വാങ്ങി, നിങ്ങൾ 3 കിലോ വാങ്ങി, അടുത്ത ആൾ ചിലപ്പോൾ 1 കിലോ മാത്രമേ വാങ്ങുള്ളൂ. അപ്പോൾ ഈ വാങ്ങിയ ആൾക്കാരെല്ലാവരുടെ ഡിമാൻഡ് ഉണ്ടല്ലോ, അതിനെല്ലാത്തിനെയും നമ്മൾ കൂട്ടി എഴുതുന്നതിനാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുക. ഞാൻ വാങ്ങിയ 2.5 കിലോ, നിങ്ങൾ വാങ്ങിയ 3 കിലോ, അടുത്ത ആൾ വാങ്ങിയ 1 കിലോ, മൊത്തത്തിൽ 3.5, 4, 5, 6.5 കിലോ മാങ്ങയാണ് നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളത് പഠിക്കേണ്ടത്. ആൻഡ് ലാസ്റ്റ് വൺ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അഥവാ വിലയുടെ ഇലാസ്റ്റികത എന്ന് പറയും, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാറുണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിനാണ് മാറ്റമാണ് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഈ പറയുന്ന പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുമെന്നും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്നും നമുക്കറിയാം. പക്ഷെ അത് എത്രത്തോളം കൂടുമോ എത്രത്തോളം കുറയുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് കൃത്യമായിട്ട് കണക്കാക്കാനുള്ള ടൂളാണിത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ പറഞ്ഞ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊരു എഐനെ ഡിപ്പെൻഡ് ചെയ്ത് ഏതൊരു എ ടൂൾ വെച്ച് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ കിട്ടുള്ളൂ. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പഠിക്കാൻ വേണ്ടി എനിക്ക് തയ്യാറാക്കിയ ഡയഗ്രമാണ്. അപ്പോൾ ആ ഡയഗ്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കിത് പഠിച്ചു പോകാം. അപ്പോൾ ഞാൻ പറയുന്നു ഇത് ഏറ്റവും കൃത്യമായിട്ട് പഠിച്ചു പോകാൻ ഏറ്റവും ആപ്റ്റായിട്ട് പറ്റുന്നത് നിങ്ങളെ കൊണ്ട് മാത്രം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പറയുന്ന 11 മിനിറ്റിന് നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഇത് കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതല്ലോ ഈ പറഞ്ഞ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു 11 മിനിറ്റിനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യാം, ഇറ്റ്സ് മീ സൽസബീൻ PS എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് തരാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. അതിൻ്റെ മുമ്പ് ഒരു കാര്യമുണ്ട്, വേറെ ഒന്നുമല്ല. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തൊട്ടതായ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആണെങ്കിൽ അതിനെന്തായാലും നിങ്ങളുടെ മറുപടി എന്തായാലും കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.